കഴക്കൂട്ടം പുല്ലാട്ടുകരി ഭഗവതി ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ തർക്കത്തിൽ വിശദീകരണവുമായി ട്രസ്റ്റ് ചെയർമാൻ തുളസീധരൻ. നിലവിലെ ക്ഷേത്ര ഭരണസമിതിക്കെതിരെ ജൂൺ 24 കോടതിയുടെ താൽക്കാലിക ഇഞ്ചക്ഷൻ ഓർഡർ വന്നിരുന്നു. ട്രസ്റ്റ് അംഗങ്ങൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഉത്തരവെന്നും തുളസീധരൻ പറഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഭരണസമിതിയും ട്രസ്റ്റ് അംഗങ്ങളും തമ്മിൽ തർക്കമുണ്ടായത്. തിരുവനന്തപുരം കഴക്കൂട്ടത്തെ പുല്ലാട്ടുകരി ഭഗവതി ക്ഷേത്രത്തിൽ ഭരണസമിതിയും ട്രസ്റ്റ് അംഗങ്ങളും തമ്മിലുണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് വിശദീകരണവുമായി ട്രസ്റ്റ് ചെയർമാൻ തുളസീധരൻ രംഗത്തെത്തിയത്. നിലവിലെ ക്ഷേത്ര ഭരണസമിതിക്കെതിരെ ജൂൺ മാസം 24-ന് കോടതിയുടെ താൽക്കാലിക ഇഞ്ചക്ഷൻ ഓർഡർ വന്നിരുന്നു. ഭരണസമിതി അംഗങ്ങൾ ക്ഷേത്രത്തിൽ കയറാൻ പാടില്ലെന്നും ക്ഷേത്ര ചുമതല ട്രസ്റ്റ് അംഗങ്ങൾക്ക് കൈമാറണമെന്നുമാണ് ഇഞ്ചക്ഷൻ ഓർഡറിൽ പറയുന്നതെന്നും ട്രസ്റ്റ് ചെയർമാൻ തുളസീധരൻ. ട്രസ്റ്റ് അംഗങ്ങൾ അവിടെ സംഘർഷം ഉണ്ടാക്കാനായിട്ട് പോയിട്ടില്ല. ട്രസ്റ്റ് കിട്ടിയ കോടതിയിൽ നിന്ന് കിട്ടിയ ഉത്തരവ് നിമിത്തം താൽക്കാലിക ഭരണസമിതി അവിടെ നിന്ന് മാറ്റുന്നതിലേക്ക് വേണ്ടിയിട്ട് പോലീസിന് ആദ്യം ഇൻഫർമേഷൻ കൊടുക്കുകയും SHO കൊടുത്തു, കമ്മീഷണർക്കും കൊടുത്തു. അത് കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ പോയത്. ഞങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് പകരം അവര് നിശബ്ദമായിട്ട് നിന്നതുകൊണ്ടാണ് അവിടെ അത്രയും സംഘർഷം ഉണ്ടാകാൻ കാരണം. ട്രസ്റ്റ് അംഗങ്ങൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക ഇഞ്ചക്ഷൻ ഓർഡർ എന്നും, എന്നാൽ ഇതിനെ വകവയ്ക്കാതെയാണ് പോലീസിന്റെ ഒത്താശയോടുകൂടി നിലവിലെ ഭരണസമിതി അംഗങ്ങൾ ക്ഷേത്രത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതെന്നുമാണ് ട്രസ്റ്റ് അംഗങ്ങളുടെ വിശദീകരണം. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പുല്ലാട്ടുകര ഭഗവതി ക്ഷേത്രത്തിൽ നിലവിലെ ഭരണസമിതിയും ട്രസ്റ്റ് അംഗങ്ങളും തമ്മിൽ തർക്കമുണ്ടായത്. പിന്നാലെ കഴക്കൂട്ടം പോലീസ് സ്ഥലത്തെത്തി രംഗം ശാന്തമാക്കുകയായിരുന്നു. കോടതിയുടെ താൽക്കാലിക ഇഞ്ചക്ഷൻ മറികടന്നുള്ള നിലവിലെ ഭരണസമിതിയുടെയും പോലീസിന്റെയും പ്രവർത്തികൾ കോടതിയിൽ ബോധിപ്പിക്കാനാണ് ട്രസ്റ്റ് അംഗങ്ങളുടെ തീരുമാനം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.